എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം റിപ്പോർട്ടഡ് സ്പീച്ച് തന്നെയാണ്. റിപ്പോർട്ടഡ് സ്പീച്ചിലെ ക്വസ്റ്റ്യൻ റിപ്പോർട്ടിംഗ് ആണ്. നമ്മളിത് വെച്ചൊരു ഷോർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ കാര്യം ക്വസ്റ്റ്യൻ റിപ്പോർട്ടിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ ആദ്യം ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് തുടങ്ങാം. ഹി സെഡ് ടു മീ, വേർ ഈസ് യുവർ ഹൗസ്? ഇതാണ് ചോദ്യം എന്ന് വിചാരിക്കാം. ഇതിൽ നമുക്കറിയാം WH വേർഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് WH വേർഡ് ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെഡ് ടു എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബ് എന്താക്കി മാറ്റി എഴുതാൻ പറ്റും? ആസ്ക്ഡ് എന്ന് മാറ്റി എഴുതാൻ പറ്റും. സോ ഹി ആസ്ക്ഡ് മീ എന്നായി. ഇനി WH വേർഡ് ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ WH വേർഡ് ഒരു മാറ്റവും കൂടാതെ നമ്മൾ അതുപോലെ തന്നെ എഴുതണം എന്നുള്ളതാണ്. സോ ഹി ആസ്ക്ഡ് മീ വേർ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൊനൗൺ മാറ്റുകയാണ് അല്ലെ. പ്രൊനൗൺ യുവർ എന്നുള്ളതാണ് പറയുന്നത്. യുവർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് എന്തിനനുസരിച്ച് മാറ്റണം? ഹി സെഡ് ടു മീ, എന്നോടാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഞാനായിരിക്കും ഇത് റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു എന്റെ വീട് എവിടെയാണെന്ന് അല്ലെ, എന്റെ വീട് എവിടെയാണെന്ന് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ എന്റെ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? വേർ. യുവർ എന്നുള്ള എന്തായി മാറി? മൈ എന്നായി അല്ലെ. യുവർ ഹൗസ്, മൈ ഹൗസ് എന്നായി മാറി. സോ ഹി ആസ്ക്ഡ് മീ വേർ മൈ ഹൗസ്. ഇനി ടെൻസ് മാറ്റാണ് അല്ലെ. വേർ ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസ് എന്നുള്ളത് എന്തായി മാറും? അതിന്റെ പാസ്റ്റ് ആയിട്ടുള്ള വാസ് ആയി മാറും. സോ ഹി ആസ്ക്ഡ് മീ വേർ മൈ ഹൗസ് വാസ് എന്നായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ്മെന്റ് ആയി മാറും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? നമ്മൾ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉപയോഗിക്കാത്തതും. അതേപോലെ തന്നെ ഈ WH വേർഡ് കഴിഞ്ഞിട്ട് നമ്മൾ ടെൻസ് മാറ്റാത്തതും അതുകൊണ്ടാണ്. ടെൻസ് മാറ്റി കഴിയുമ്പോൾ എന്താവും? ഓക്സിലറി വെർബ് വരും. ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞാൽ വീണ്ടും അതൊരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിലേക്ക് തന്നെ പോകും. WH വേർഡ് കഴിഞ്ഞൊരു ഓക്സിലറി വെർബ് വരും. അത് വരാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? WH വേർഡ് കഴിഞ്ഞ ഉടനെ പ്രൊനൗൺ മാറ്റുന്നത്. പ്രൊനൗൺ മാറ്റുമ്പോൾ പിന്നെ ആ പ്രശ്നമില്ല. അതൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. പ്രൊനൗൺ മാറ്റാതെ നമ്മൾ ടെൻസ് മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ വേർ ഈ വാസ് എന്നുള്ളത് ഇവിടെ വരും അല്ലെ. വേർ വാസ് മൈ ഹൗസ് എന്നുള്ള അർത്ഥത്തിൽ അത് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആയി. അപ്പൊ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആവാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആവണം. വീണ്ടും അതൊരു ക്വസ്റ്റ്യൻ ഫോമാറ്റിലേക്ക് മാറാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് WH വേർഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പ്രൊനൗൺ മാറ്റിയിട്ട് എഴുതുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ഓർമ്മിച്ച് വെക്കണം എന്നുള്ളത്. ഇതാണ് ഒരു എക്സാമ്പിൾ. അടുത്തൊരു എക്സാമ്പിൾ. അപ്പൊ ഇതാണ് ചോദ്യം. ഹി ആസ്ക്ഡ് വെൻ ഡിഡ് യു കം എന്നുള്ളതാണ്. ഈ ചോദ്യത്തെ നമുക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരും? ഹി ആസ്ക്ഡ് അല്ലെ. ഹി ആസ്ക്ഡ് എന്നുള്ളത് ഹി ആസ്ക്ഡ് മീ എന്നുള്ള അർത്ഥത്തിൽ വേണം നമുക്ക് എടുക്കാൻ. കാരണം ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ലെങ്കിൽ അത് മീ എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം. എന്നോടാണ് എന്നുള്ള അർത്ഥത്തിൽ. ഹി ആസ്ക്ഡ് മീ. എന്താണ് ചോദിക്കുന്നത്? വെൻ ഡിഡ് യു കം എന്നുള്ളതാണ്. ഹി ആസ്ക്ഡ്. അപ്പൊ നമ്മൾ എന്ത് എഴുതി? WH വേർഡ് ആയതുകൊണ്ട് WH വേർഡ് അതേപോലെ എഴുതി. WH വേർഡ് ക്വസ്റ്റൻ ആയതുകൊണ്ട് WH വേർഡ് അതേപോലെ എഴുതാം. വെൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രൊനൗൺ മാറ്റുകയാണ് ചെയ്യുന്നത്. ടെൻസ് മാറ്റാൻ നിൽക്കരുത്. ടെൻസ് മാറ്റി കഴിഞ്ഞാൽ വീണ്ടും അതൊരു ക്വസ്റ്റൻ ഫോമാറ്റിലേക്ക് പോകും എന്നുള്ളതാണ്. സോ അങ്ങനെ ആവരുത്. വെൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് മാറ്റണം? പ്രൊനൗൺ മാറ്റണം. യു അല്ലെ. അപ്പോൾ ഹി ആസ്ക്ഡ് മീ എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോ വന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? അവൻ എന്നോട് ചോദിച്ചു ഞാൻ എപ്പോ വന്നു എന്ന്. സോ യു എന്നുള്ള എന്തായി മാറി? ഐ എന്നായി മാറി. ഇനിയാണ് നമ്മൾ ടെൻസ് മാറ്റേണ്ടത്. ടെൻസ് മാറ്റുമ്പോൾ ഇവിടെ എന്താണ്? ഡിഡ് കം ആണ് അല്ലെ. ഡിഡ് പ്ലസ് കം എന്നുള്ള എന്താണ്? കെയിം ആണ്. അതായത് പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ്. V2 ആണ്. സോ V2 ആണ് ഡയറക്റ്റ് സ്പീച്ചിലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ മാറ്റുമ്പോൾ അത് എന്തായി മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറും. പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. അതായത് ഹാഡ് പ്ലസ് V3 എന്നുള്ള ഫോമിലേക്ക് മാറും. അപ്പൊ ഇവിടെ എന്തായി? ഹി ആസ്ക്ഡ് വെൻ ഐ ഹാഡ് കം എന്നായി. കം എന്നുള്ളത് എന്താണ്? ഈ കം എന്നുള്ളതിന്റെ V3 ഫോം ആണ്. കം, കെയിം, കം അല്ലെ. സോ അതാണ് ഹാഡ് പ്ലസ് V3 ആണ് ഹാഡ് കം. അപ്പോൾ പാസ്റ്റ് ടെൻസ് പോയിട്ട് എന്തായി? പാസ്റ്റ് പെർഫെക്റ്റ് ആയി എന്നുള്ളതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് പ്രത്യേകിച്ച് WH വേർഡ് ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒറ്റ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. WH വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തായി തീരും? അത്
സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഫോമാറ്റിലേക്ക് വീണ്ടും അത് വരരുത്, സ്റ്റേറ്റ്മെന്റ് ഫോമിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകിച്ച് ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം. ഇത് പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ WH വേർഡ് കഴിഞ്ഞ ഉടനെ പ്രൊനൗൺ മാറ്റുന്നത്. ഈ ഇതിലേക്കുള്ളൊരു മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡിഡ് കം അല്ലേ, വെന്ന് കഴിഞ്ഞിട്ട് അതാണല്ലോ വരുന്നത്. WH വേർഡ് കഴിഞ്ഞ ഉടനെ അതാണല്ലോ വരുന്നത്. അപ്പൊ അതെന്തുകൊണ്ട് മാറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് ആലോചിച്ചേക്കാം. അതിനുള്ള കാരണം ഇതാണ്. വീണ്ടും അതൊരു ക്വസ്റ്റ്യൻ ഫോമാറ്റിലേക്ക് പോകരുത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ പ്രൊനൗൺ മാറ്റിയിട്ട് പിന്നെ ടെൻസ് മാറ്റുന്നത്. ഇത്രയുമാണ് WH വേർഡ് ക്വസ്റ്റ്യൻ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.